ബീഹാറിൽ യുവാക്കളുടെ സമരത്തിന് നേരെ AK-47 ഉപയോഗിച്ച് വെടിയുതിർത്ത സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി. SIT സംഘാംഗം അഭിഷേക് പട്ടേലിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ബീഹാറിലെ പട്നയിലും യുവാക്കളുടെ വലിയ പ്രതിഷേധം നടന്നത്. പ്രതിഷേധം ശക്തമായതോടെയാണ് സമരക്കാർക്കു നേരെ അഭിഷേക് പട്ടേൽ തുടർച്ചയായി വെടിയുതിർത്തത്. വിവരങ്ങളുമായി വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ ഈ ബീഹാറിൽ നടന്ന ഈ സമരത്തിന് നേരെ AK-47 ഉപയോഗിച്ച് വെടിയുതിർത്തിയ സംഭവത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? ദില്ലിയിൽ തിങ്കളാഴ്ച നടന്ന പ്രതിഷേധത്തിന് നേരെ വിദ്യാർത്ഥികൾക്ക് നേരെ ദില്ലി പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിന് പിന്നാലെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 25-ാം തീയതി ബീഹാറിലെ പാട്നയിൽ വലിയൊരു പ്രതിഷേധം നടന്നിരുന്നു. ഈ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ തുടർച്ചയായി AK-47 ഉപയോഗിച്ചൊരു സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെ വ്യാപക വിമർശനം രാജ്യത്തുടനീളം ഉയർന്നു വന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങാൻ ഇപ്പോൾ സർക്കാർ അടക്കം തയ്യാറായിരിക്കുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അഭിഷേക് പട്ടേലാണ് വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 ഉപയോഗിച്ച് വെടിയുതിർക്കുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രചരിച്ചത്. ഈ കാര്യം ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും ശക്തമായി തന്നെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്നതടക്കം വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ, അതായത് വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 ഉപയോഗിച്ച് അത്തരത്തിൽ വെടിവെക്കുന്ന ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമത്തിൽ അവിടെ പുറത്തുവരികയും വ്യാപകമായി പ്രചരിക്കപ്പെടുകയും വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ AK-47 ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർത്ത ഉദ്യോഗസ്ഥനായിട്ടുള്ള അഭിഷേക് പട്ടേലിനെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തയ്യാറായിരിക്കുന്നത്. അവന്തിക. വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ പോലീസ് വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളൊന്ന് കാണാം. ഈ CJP സമരത്തിന് പിന്തുണയുമായാണ് ബീഹാറിൽ യുവാക്കൾ സമരം നടത്തിയത്. അതിനു നേരെയാണ് ഇപ്പോൾ AK-47 ഉപയോഗിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥർ വെടിയുതിർത്തത്. ഈ നടപടിക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, അല്ലെങ്കിൽ ഈ വെടിയുതിർത്ത ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. SIT സംഘാംഗം അഭിഷേക് പട്ടേലിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ബീഹാറിലും പട്നയിലും യുവാക്കളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നത്.